ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെറും 11 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്ന ഒരു 11-11 ടെക്നിക്കിനെ കുറിച്ചാണ്. എല്ലാവർക്കും 11-11നെ പറ്റി അറിയാം. അതായത് 11-11 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പറിനെ കുറിച്ച്. നമ്മളുടെ ആഗ്രഹങ്ങൾ, അതായത് നമ്മളെപ്പോഴെങ്കിലും ഈ ഒരു 11-11 എന്ന് പറയുന്ന നമ്പർ അല്ലെങ്കിൽ 111 ഒക്കെ കണ്ടാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏഞ്ചൽ നമ്പേഴ്സ് നമ്മളെ സൂചിപ്പിക്കുന്നത്. ഇത് കേൾക്കുമ്പം ഇപ്പോൾ മിക്കവരും പറയാറുണ്ട്, ഞാൻ മിക്കവാറും കാണാറുണ്ട്, പക്ഷേ എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മൾ ഈ പർട്ടിക്കുലറായിട്ട് ഈ ഒരു 11-11 കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ നമ്മളൊരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ. ഉടനെ തന്നെ സഡനായിട്ട് നമ്മൾ പറയണം, നമ്മുടെ നെഞ്ചിൽ വലത്തേ കൈ വെച്ചിട്ട് താങ്ക് യു യൂണിവേഴ്സ്, ഞാൻ ആഗ്രഹിച്ച എൻ്റെ ഈ കാര്യം സാധിച്ചു തന്നതിന് നന്ദി എന്ന് പറയണം. അങ്ങനെ പറഞ്ഞു നോക്കൂ. നിങ്ങൾ ഒരു 3 പ്രാവശ്യമൊക്കെ റിപ്പീറ്റായിട്ട് നിങ്ങൾ 11-11 കാണുമ്പോൾ ഇതുപോലെ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലൂടെ എത്തിച്ചേരുന്നതാണ്. ഞാൻ മിക്കവാറും ഫോളോ ചെയ്യുന്നതാണ് ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് 11-11 എന്ന് പറയുന്ന ഒരു മാനിഫെസ്റ്റേഷൻ കോഡിനെ കുറിച്ച് നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടുന്ന ഒരു വിധമാണ്. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല. സാധാരണ പൂജകൾക്കും പ്രാർത്ഥനകൾക്കുമുള്ള ഒരു റെസ്ട്രിക്ഷൻസും ഇവിടെ ബാധകമല്ല. നിങ്ങൾ നോൺ വെജ് കഴിച്ചു, കുളിച്ചിട്ടില്ല, പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ്, നിങ്ങൾ യാത്രയിലാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീട്ടിലില്ല, അങ്ങനെയുള്ള യാതൊന്നും ഇവിടെ ഇതിനെ ബാധിക്കുന്നതല്ല. ഈ നിമിഷം ഈ വീഡിയോ കാണുന്ന ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കത് എന്താണ് എന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. അപ്പം നമുക്ക് ഈ ഒരു ടെക്നിക്ക് ചെയ്യാനായിട്ട് വേണ്ടത് ഒരു പേപ്പറും ഒരു പേനയുമാണ്. ബ്ലാക്ക് കളറിലെ ഇങ്ക് ഒഴിച്ച് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള പേന ഏതാണോ അതെടുക്കാവുന്നതാണ്. സ്കെച്ച് പെൻ എടുക്കാം, മാർക്കർ എടുക്കാം, പേന എടുക്കാം. അങ്ങനെ ബ്ലാക്ക് കളർ ഒഴിച്ച് ബാക്കി എന്തും എടുക്കാം. അതേപോലെ പേപ്പർ എന്ന് പറയുമ്പം ലൈൻസ് ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ളൊരു പേപ്പർ വേണം. ബ്ലാങ്ക് ആയിരിക്കണം അപ്പുറവും ഇപ്പുറവും. അതായത് ഒരു വശത്ത് എഴുതിയിട്ടുണ്ട് അത് യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കരുത്. ഇടയ്ക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 2 സൈഡും ബ്ലാങ്ക് ആയിരിക്കണം. ഇനിയിപ്പം ഞങ്ങളുടെ കയ്യിൽ അതില്ല എന്ന് പറയുന്നവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം നമ്മളിവിടെ പ്ലെയിൻ ആയിട്ടുള്ള പേപ്പർ തന്നെ എടുക്കണം. A4 ഷീറ്റോ മക്കളുടെ ബുക്കിൻ്റെയോ ചാർട്ട് പേപ്പറോ എന്തുമായിക്കൊള്ളട്ടെ. വൈറ്റ് കളർ തന്നെ വേണമെന്നുള്ള നിർബന്ധമില്ല. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഏത് കളർ പേപ്പറും എടുക്കാം, പക്ഷേ ലൈൻസ് ഇല്ലാത്ത പേപ്പർ ആയിരിക്കണം. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉള്ളത് വൈറ്റ് കളർ ആയതുകൊണ്ടാണ് വൈറ്റ് കളർ എന്നിവിടെ നമ്മൾ എടുത്തു പറയുന്നത്. എന്നിട്ട് നിങ്ങൾ സ്വസ്ഥമായിട്ട് ഒരിടത്തിരിക്കുക. ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒന്ന് നമുക്ക് വേണ്ടത് വിശ്വാസമാണ്, പിന്നെ വേണ്ടത് നമ്മുടെ സമയമാണ്. അപ്പം നിങ്ങളുടെ എല്ലാ തിരക്കുകളും ഒഴിഞ്ഞ് നിങ്ങളുടെ മനസ്സ് കാമായിട്ടിരിക്കുന്നൊരു സമയത്ത് നിങ്ങളിത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. സ്വസ്ഥമായിട്ട് മുറിയിലോ ഹോളിലോ കിച്ചണിലോ എവിടെ ഇരുന്നാലാണോ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നത്, നിങ്ങളുടെ മനസ്സൊന്ന് കാമാകുന്നത്, അവിടെ പോയിരിക്കുക. ദിശയൊന്നും ഇവിടെ നോക്കേണ്ട കാര്യമില്ല. അതിനുശേഷം ഒരു പേപ്പർ, ഞാൻ പറഞ്ഞ പോലെ ഒരു A4 ഷീറ്റ് പേപ്പറോ അതല്ല വൈറ്റ് പേപ്പറോ കളർ പേപ്പറോ ഏതാണെങ്കിലും എടുക്കുക. എടുത്തതിന് ശേഷം ഞാൻ ദാ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ആദ്യം തന്നെ ആ പേപ്പറിൽ ഇതുപോലെ ഒരു സ്ക്വയർ വരയ്ക്കുക. സ്ക്വയർ വരച്ചിട്ട് ആ സ്ക്വയറിൻ്റെ 4 മൂലകളിലും നമ്മൾ 11-11 എന്ന് എഴുതണം. എഴുതുമ്പം നമ്മുടെ ആ ഒരു ആഗ്രഹം, നമ്മളിപ്പോൾ ആ ഒരു പേപ്പറിൽ എഴുതാൻ പോകുന്ന നമ്മുടെ ആ ഒരു ആഗ്രഹം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മളിതൊക്കെ എഴുതാനായിട്ട്. എഴുതിയതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലും നമ്മൾ 11 എന്ന് എഴുതണം. കറക്റ്റ് സെൻറ്റർ ഓഫ് പോയിൻ്റ്. അതായത് ഞാനിവിടെ മൈ എന്ന് എഴുതിയിരിക്കുന്നത് തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും 2 വര കണ്ടില്ല, അത് 11 വരച്ചതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു സ്ക്വയറിൻ്റെ 4 മൂലകളിലും 11 എന്ന് എഴുതണം. എന്നിട്ട് കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ നടുക്കും നമ്മൾ 11 എന്ന് എഴുതണം. 11 എന്ന് എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പം സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം എന്താണോ അത് എഴുതുക. ഞാനിവിടെ എഴുതിയത് ഐ ഗോട്ട് മൈ കോൾ. അതായത് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കോള് വന്നു, അല്ലെങ്കിൽ ഐ ഗോട്ട് മൈ മണി, എനിക്ക് എൻ്റെ പൈസ തിരിച്ചു കിട്ടി. ഇനിയിപ്പം നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. എഴുതുമ്പം ആ 11ൻ്റെ നടുക്കായിട്ടും നിങ്ങളുടെ വിഷ് നിങ്ങൾ എഴുതണം, അത് ശ്രദ്ധിക്കണം. അതായത് ഐ ഗോട്ട് മൈ കോൾ എന്നുള്ളത് ഞാൻ എഴുതിയത് ഐ ഗോട്ട് മൈ എന്നുള്ളത് ആ സെൻറ്ററിൽ, ആ 2 ഒന്നിൻ്റെയും നടുക്കായിട്ട്.
ഇപ്പം നിങ്ങൾ എഴുതുമ്പോഴും ഇപ്പം ഞാൻ ആഗ്രഹിച്ചതുപോലെ വിവാഹം നടന്നു എന്നാണെങ്കിൽ വിവാഹം എന്നുള്ളത് ആ ഒരു 11ൻ്റെ നടുക്ക് വരാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇന്നതെന്നില്ല, എന്തെങ്കിലും ഒരു വാക്ക് ആ ഒരു 2 1ൻ്റെ നടുക്കായിട്ട് നിങ്ങൾ വരുന്ന രീതിയിൽ വേണം എഴുതാനായിട്ട്. അങ്ങനെ എഴുതുമ്പം ഈ ഐ ഗോട്ട് മൈ കോൾ എന്ന് എഴുതുമ്പം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ആഗ്രഹം നടന്ന് കിട്ടി എന്നുള്ളത് വേണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്തൊരാഗ്രഹം വേണമെങ്കിലും ഇവിടെ ചിന്തിക്കാം കേട്ടോ, എഴുതുകയും ചെയ്യാം. എന്നിട്ട് ആ ഒരു പേപ്പർ നമ്മൾ 3 ഫോൾഡ് ചെയ്യണം. ഇപ്പം എത്ര വലിയ പേപ്പറും ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ചെറിയ പേപ്പറും ആയിക്കൊള്ളട്ടെ, അത് 3 മടക്കണം. അതായത് ആദ്യം 1 മടക്കി, രണ്ടാമത് വീണ്ടും മടക്കി, മൂന്നാമത് നമ്മൾ വീണ്ടും മടക്കി, അങ്ങനെ ടോട്ടൽ 3 പ്രാവശ്യം ആ പേപ്പർ ഫോൾഡ് ചെയ്യണം, മടക്കണം. മടക്കിയതിന് ശേഷം ആ ഏറ്റവും വെളിയിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഭാഗം വരുമല്ലോ, ആ ഭാഗത്ത് നമ്മൾ ഇംഗ്ലീഷിൽ 11 എന്ന് എഴുതണം. ELEVEN ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ, ഞാനിവിടെ എഴുതി കാണിക്കാം. ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ 11 എന്ന് അത് ഇംഗ്ലീഷിൽ തന്നെ എഴുതണം. നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും എഴുതാവുന്നതാണ്. പക്ഷേ ഏറ്റവും വെളിയിൽ 3 നമ്മൾ ആ ഒരു പേപ്പർ ഫോൾഡ് ചെയ്തതിന് ശേഷം ഏറ്റവും വെളിയിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഭാഗം ആ പേപ്പറിന് വരുമല്ലോ, ആ ഭാഗത്ത് 11 എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററിൽ ഇംഗ്ലീഷിൽ നമ്മൾ എഴുതണം. എഴുതുമ്പം ആ 11 എഴുതുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? അപ്പം ഐ ഗോട്ട് മൈ കോൾ എന്നാണ് ഞാൻ എഴുതിയത്. അപ്പം ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കോൾ എനിക്ക് വരുന്നതായിട്ടും ഞാൻ ഫോൺ എടുത്ത് സംസാരിക്കുന്നതായിരിക്കും, എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള റിപ്ലൈ അവിടുന്ന് കിട്ടുന്നതും, എനിക്കുണ്ടാകുന്ന സന്തോഷവും, ഞാനത് മറ്റുള്ളവരുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും, ആ സന്തോഷം മറ്റുള്ളവരുമായിട്ട് പങ്കിടുന്നതും ഒക്കെ നമ്മുടെ മൈൻഡിൽ കൂടെ, അതായത് നടന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം, ഈ മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഇതാണ്. നടന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം സന്തോഷിക്കും, ആ സന്തോഷം നമ്മൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റണം, വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റണം. ഇനി വിഷ്വലൈസേഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതുകയും ചെയ്യാം. അതൊക്കെ അവരവരുടെ താല്പര്യം പോലെ എന്താണെന്ന് വെച്ചാൽ. പക്ഷേ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഇവിടെ വളരെയധികം മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത്ര മാത്രമേ ഉള്ളൂ. ഇതിന് ശേഷം നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ല, ഈ എഴുതിയതിന് ശേഷം, അതായത് ഏറ്റവും വെളിയിൽ 11 എന്ന് ഇംഗ്ലീഷിൽ എഴുതിയതിന് ശേഷം ആ പേപ്പർ നിങ്ങൾക്ക് കിച്ചണിലോ പൂജാമുറിയിലോ നിങ്ങളുടെ മണി പേഴ്സിലോ എവിടെ വേണമെങ്കിലും കൊണ്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. 11 മിനിറ്റിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. ഇല്ലെങ്കിൽ 11 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചിരിക്കും. സാധിച്ചതിന് ശേഷം ആ പേപ്പർ കത്തിച്ച് നമുക്കത് പ്രപഞ്ചത്തിന് സമർപ്പിച്ച് എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നതിന് നന്ദി, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണിത്. എല്ലാവരും ചെയ്തു നോക്കണം. 100% ഫലം നിങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷേ നമുക്ക് കുറച്ച് ക്ഷമ വേണം. ഞാൻ വീണ്ടും പറയുകയാണ്, വളരെ കുറച്ച് പേർക്ക് മാത്രമേ ചെയ്ത് 11 മിനിറ്റിനുള്ളിൽ അവരുടെ ആഗ്രഹം സാധിക്കൂ. മിക്കവർക്കും 4-5 ദിവസമൊക്കെ എടുത്തെന്നിരിക്കും. 369 തന്നെ ഒരുപാട് പേര് പിറ്റേ ദിവസം മുതൽ എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി, ചേച്ചി എൻ്റെ ആഗ്രഹം ഞാൻ എഴുതി നടന്നില്ല എന്നുള്ളത്. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു, ചെയ്തിട്ട് ഇന്നലെയാണ് അവർക്ക് റിസൾട്ട് കിട്ടിയതെന്നും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾക്ക് ആ ഒരു സമയമാകുമ്പോൾ പ്രപഞ്ചം അത് തീർച്ചയായിട്ടും നമ്മളിലോട്ട് എത്തിക്കും. പേഷ്യൻസ് വളരെയധികം അത്യാവശ്യമാണ് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം. റിസൾട്ട് കിട്ടിയാൽ കമൻറ്റ് ഇടണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.